യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. മറ്റുള്ളവരെ പറ്റി അറിയാൻ എല്ലാവർക്കും എക്കാലവും ഇഷ്ടമാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വിവരങ്ങളും ഫോട്ടോസുമൊക്കെ തങ്ങളെ തന്നെയും തനിക്കുള്ളതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെ അവർ ജനപ്രീതി സമ്പാദിക്കുന്നു. മറ്റൊരു കൂട്ടരുണ്ട്, അവരൊന്നും തന്നെ പങ്കുവെക്കില്ല. എല്ലാവരുടെയും വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ. അപ്പോസ്തല പ്രവർത്തികൾ 22 അധ്യായത്തിൽ തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ജനത്തിന്റെ മുമ്പിൽ തന്റെ കഥ പറയുന്ന പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണാൻ കഴിയും. സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും ഇപ്രകാരം ഒരു കഥ പറയാൻ കാണും. എല്ലാവർക്കും തങ്ങളുടെ കഥ പറയാൻ ഒരു മടിയുമില്ല. എന്നാൽ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് തന്റെ കഥയല്ല, ക്രിസ്തുവിന്റെ കഥ പറയുക എന്നതാണ് ഏറ്റവും ശക്തമായ സുവിശേഷിക രീതി. പൗലോസ് സ്വയം പ്രതിരോധിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. പ്രതിവാദം അല്ലെങ്കിൽ പ്രതിരോധം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം അപ്പോളോജിയ എന്നാണ്. അതിൽ നിന്നാണ് അപ്പോളജി എന്ന വാക്ക് ഉണ്ടായത്. ഇവിടെ തെറ്റ് സമ്മതിക്കുകയോ പാപക്ഷമാപണമോ ഒന്നുമല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. യെരുശലേമിലെ യഹൂദന്മാരുടെ മുമ്പാകെ കോട്ടയുടെ പടിക്കെട്ടിന്റെ മുകളിൽ കയറി നിന്ന് പൗലോസ് തന്റെ പ്രസംഗം ആരംഭിച്ചു. ഈ പ്രസംഗത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, തന്റെ മാനസാന്തരത്തിന് മുമ്പുള്ള കാര്യങ്ങൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ താൻ എങ്ങനെ ക്രിസ്ത്യാനിയായി എന്നതാണ് പറയുന്നത്. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ജാതികളുടെ അടുക്കിലേക്ക് പോകാനുള്ള ദൈവ നടത്തിപ്പിനെ പറ്റിയും പറയുന്നു. നീണ്ട 20 വർഷത്തിന് ശേഷം താൻ യെരുശലേമിലേക്ക് മടങ്ങിയെത്തിയതാണ്. തന്നെ കൊല ചെയ്യുവാൻ കൂടി വന്ന ജനത്തെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ്: സഹോദരന്മാരും പിതാക്കന്മാരും ആയുള്ളവരെ എന്ന് വിളിച്ച്. കേൾവിക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രസംഗം. ഇതിനു മുമ്പ് സ്തേഫാനോസിന് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് മുമ്പ് ജനക്കൂട്ടത്തോട് സംസാരിപ്പാൻ അവസരം ലഭിച്ചിരുന്നു. അന്ന് ആ പ്രസംഗം കേട്ടവരിൽ ഒരുവനായിരുന്നു പൗലോസ്. ഇപ്പോൾ ഇതാ ജനക്കൂട്ടത്തിന്റെ നടുവിൽ സ്തേഫാനോസിന്റെ ദൈവത്തെപ്പറ്റി സാക്ഷ്യം പറയുവാൻ പൗലോസിനും അവിടെ അവസരം കിട്ടുന്നു. താൻ സംസാരിച്ചത് എബ്രായ ഭാഷയിലായിരുന്നു. ജനക്കൂട്ടം എബ്രായ ഭാഷ കേട്ടപ്പോൾ നിശബ്ദരായി ശ്രദ്ധിക്കാൻ തുടങ്ങി. താൻ അവരെപ്പോലെ തന്നെ ഒരു യഹൂദനാണ്, ന്യായപ്രമാണം ആചരിക്കുന്ന ഒരു യഹൂദൻ. വാഗ്ദത്ത ദേശത്തിന് പുറത്ത് തർസോസിലാണ് ജനിച്ചതെങ്കിലും വളർന്നത് യെരുശലേമിൽ തന്നെയാണ്. ഏത് യഹൂദ ബാലനും ആഗ്രഹിക്കുന്ന ഗമാലിയേൽ എന്ന പ്രസിദ്ധനായ റബ്ബിയുടെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പഠിക്കുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. പഠിച്ചതനുസരിക്കുകയും തീഷ്ണതയുള്ളവനായി മാറുകയും ചെയ്തു. തന്നെ കൊല്ലുവാൻ വന്നവരുടെ മുമ്പിൽ താൻ ദേവാലയം തീണ്ടിച്ചവനല്ല എന്ന് പ്രതിപാദിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടായിരുന്നു. അവിടെ കൂടി വന്ന മറ്റു യഹൂദന്മാരെക്കാൾ എന്തുകൊണ്ടും എരിവുള്ളവൻ തന്നെയായിരുന്നു പൗലോസ്. യഹൂദനായ താൻ ക്രിസ്ത്യാനികളെ എങ്ങനെ പീഡിപ്പിച്ചുവെന്നും ദമസ്കോസിലെ അവിടെയുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കേണ്ടതിന് അധികാരപത്രം മഹാപുരോഹിതന്റെ പക്കൽ നിന്ന് വാങ്ങിയവനെന്നും പറഞ്ഞ് തന്റെ ഭൂതകാലം താൻ പറയുന്നുണ്ട്. ഒരിക്കൽ ഞാനും നിങ്ങളെപ്പോലെ ഇങ്ങനെ തീഷ്ണതയുള്ളവൻ ആയിരുന്നു എന്നുള്ള ഭൂതകാലം താൻ വിസ്മരിക്കുന്നില്ല. അത് പറയുവാൻ ഒരു മടിയും കാണിച്ചില്ല. ഇനി തന്റെ പ്രസംഗത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് കടക്കുന്നു. താൻ എങ്ങനെ ക്രിസ്ത്യാനിയായി എന്ന്. ക്രിസ്തീയ ഭവനത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നില്ല. മറിച്ച് ക്രിസ്തുവുമായി ഒരു എൻകൗണ്ടർ, ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകത്തിടത്തോളം കാലം അവൻ നാമമാത്ര ക്രിസ്ത്യാനിയായി തുടരുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് പൗലോസിന്റെ മാനസാന്തര കഥ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. ആ ഭാഗം നാം മുമ്പ് പഠിച്ചിട്ടുമുണ്ട്. അതിനു പുറമെ 4 പ്രാവശ്യം തന്റെ മാനസാന്തര കഥ പൗലോസ് വിവരിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം യഹൂദന്മാരോട് സംസാരിച്ചു. 26-ാം അധ്യായത്തിൽ ജാതികളോടാണ് താൻ ആ സവിശേഷ കഥ അല്ലെങ്കിൽ തന്റെ മാനസാന്തര കഥ പറഞ്ഞത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ ദൈവശാസ്ത്രപരമായി തന്റെ കഥ പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൽ പ്രോത്സാഹനത്തിനായി തന്റെ മാനസാന്തര കഥ പൗലോസ് പറയുന്നുണ്ട്. ഇതെല്ലാം അതതിൻ്റെതായ ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെയൊക്കെയും താൻ വിവരിക്കുന്നത്. എന്നാൽ ദമസ്കോസിന്റെ പതിവാതിക്കൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു വലിയ വെളിച്ചം തന്റെ ചുറ്റും പ്രകാശിച്ചു. താൻ പീഡിപ്പിച്ച യേശു തന്നോട് സംസാരിച്ചു. ആ വെളിച്ചം തന്നെ അന്ധനാക്കി. ആത്മീയ അന്ധതയും ശാരീരികമായ അന്ധതയും തന്നെ താഴ്മയുള്ളവനാക്കി മാറ്റി. അനന്യാസ് എന്ന നല്ല സാക്ഷ്യമുള്ള പ്രാർത്ഥിക്കുന്ന ഒരു യഹൂദന്റെ അടുക്കലേക്ക് താൻ എത്തിച്ചേർന്നു. ദൈവനിയോഗപ്രകാരം തന്നെ.
അനന്യാസ് പൗലോസിനോട് അറിയിച്ച 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഏതൊരു ക്രിസ്ത്യാനിയും ഇതറിയേണ്ടത് അത്യാവശ്യമാണ്. 1, ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിയുക, അതനുസരിക്കുക. 2, നീതിമാനായവനെ ദിനംപ്രതി കാണുക. 3, ദൈവവചനം കേൾക്കുക. തുടർന്ന് 3-ാം ഭാഗത്തിലേക്ക് താൻ കടക്കുന്നു. സ്നാനമേറ്റ് ദമസ്കോസിൽ ദൈവവചനം പ്രസംഗിച്ചതിനാൽ അവിടെയുള്ള യഹൂദന്മാർ തന്നെ കൊല്ലാൻ ശ്രമിച്ചു. താൻ യെരുശലേമിലേക്ക് മടങ്ങിയെത്തി. 17-18 വാക്യം പറയുന്നു, താൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ ഒരു വിവശതയിലായി യേശുവിനെ കണ്ടു എന്ന്. നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോകുക, നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് യേശു പൗലോസിനോട് വ്യക്തമായി പറഞ്ഞു. എന്നാൽ പത്രോസിന്റെ ദർശനത്തിൽ എന്ന പോലെ പൗലോസും ദൈവത്തോട് വാദിച്ചു, ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു ഭൂതകാലം എനിക്കുണ്ട്. ആയതിനാൽ എൻ്റെ സാക്ഷ്യം ഏറ്റവും സ്വീകാര്യമാണ് ഇവരുടെ ഇടയിൽ. ഇന്ന് നാമും ഇങ്ങനെയാണ്. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ വാക്കുകൾ സ്വീകാര്യമെന്ന് കരുതി എന്നെപ്പറ്റി, ഞാൻ കടന്നുപോയ അനുഭവങ്ങളെപ്പറ്റി സംസാരിക്കാൻ നാം എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവഹിതമറിഞ്ഞ് എന്ത്, എവിടെ, ആരുടെ മുമ്പിൽ പ്രസംഗിക്കണമെന്ന് അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് മനഃപൂർവ്വം നാം മറന്നു കളയുന്നു. 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും. മറ്റെങ്ങും പോകാതെ യഹൂദന്മാരുടെ ഇടയിൽ മാത്രമായിരുന്നു സുവിശേഷം പറയാൻ ആഗ്രഹിച്ച പൗലോസിനെയും പത്രോസിനെയും ദൈവം ജാതികളിലേക്ക് അയച്ചു. പത്രോസിനെ കൊർന്നേലിയസിന്റെ ഭവനത്തിലേക്ക് അയച്ച് തന്റെ ഹിതം ദൈവം വെളിപ്പെടുത്തി. പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനാക്കി മാറ്റി. അത് ദൈവിക പദ്ധതി തന്നെയായിരുന്നു എന്ന് അദ്ദേഹം ജനത്തോട് വ്യക്തമാക്കി. റോമാലേഖനത്തിൽ 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചു എന്ന്. പ്രിയ ദൈവ പൈതലേ, ക്രിസ്തുവുമായിട്ടുള്ള കൂടിക്കാഴ്ച നിന്നെ അടിമുടി മാറ്റും. നിന്റെ പഴയ കാലം മാറും. ക്രിസ്തുവിനോട് ചേർന്ന് ദൈവഹിതപ്രകാരം ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി മാറാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.